നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം. KHRയുടെ നേതൃത്വത്തിലുള്ള പ്രിയ പ്രേക്ഷകർക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ വയനാട്ടിൽ നിന്നുമാണ് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രക്ഷാപ്രവർത്തകർക്കടക്കം മൊബൈൽ നെറ്റ്വർക്ക് സാധ്യമല്ല, ഇൻ്റർനെറ്റ് സംവിധാനങ്ങളടക്കം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ട് പരിഹാരമായിരിക്കുകയാണ്. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക മൊബൈൽ ടവറാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്നത്. ഈ ടവർ ഇവിടെ ഏതാണ്ട് 24 മണിക്കൂർ സമയം കൊണ്ടാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതിവേഗം ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേപ്പാടിയിൽ നിന്നുള്ള മൊബൈൽ നെറ്റ്വർക്ക് രക്ഷാപ്രവർത്തകർക്കും അതുപോലെ മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും അടക്കമുള്ളവർക്ക് ഈ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ട് നേരിടാതിരിക്കുന്നതിന് വേണ്ടി അതിവേഗമാണ് ഇവിടെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മേപ്പാടിയിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്ന കമ്മ്യൂണിറ്റി കിച്ചന് സമീപത്ത് അതേ ഗ്രൗണ്ടിൽ തന്നെ, പോളിടെക്നിക് ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു താൽക്കാലികമായുള്ള മൊബൈൽ ടവർ ക്രമീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര ടെലികോം മന്ത്രാലയമാണ് ഈ ഒരു താൽക്കാലിക ടവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തന ദൗത്യത്തിനൊപ്പം തന്നെ എല്ലാ മേഖലകളിലും കേരളം അല്ലെങ്കിൽ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ വയനാട് മേപ്പാടി ദുരന്തത്തെ നേരിടുന്നതെന്ന് നമുക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കും.